എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൻ വേഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ മാവോ ഒരു തുള്ളി എണ്ണയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് സവാള വറുത്തെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഒരു സവാള എണ്ണയില്ലാതെ വറുത്തെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു റവ മാവ് കൊണ്ട്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് കേട്ടു, റവ മാവ് വേസ്റ്റ് ആവില്ലേ, അത് ചുമ്മാ കിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പം നമ്മൾ ഇത് എണ്ണ ഉപയോഗിക്കാതെ നമ്മൾ ഉള്ളി വറുത്തെടുക്കുന്നത് വെച്ചാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ കേട്ടതിനുള്ള എല്ലാ മറുപടിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഒരു തുള്ളി എണ്ണയോ റവ മാവോ അരിപ്പൊടിയോ ഒന്നുമില്ലാതെയാണ് ഇന്ന് ഞാൻ ഉള്ളി വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അളവിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സവാള നല്ലതുപോലെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം നല്ല കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ സവാള അരിയുമ്പോൾ ഒരേ അളവിലൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എണ്ണയിൽ പൊരിക്കുന്നത് പോലെ അത്ര ടേസ്റ്റ് കാണില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി രുചി കുറഞ്ഞാലും നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ അതവിടെ സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് കൈ കൊണ്ട് ഒന്ന് നമുക്ക് അത് ഞെരടി കൊടുക്കണം. കാരണം ആ ഒരു ഇതളായിട്ട് ഒന്ന് ഇളക്കി കിട്ടാൻ വേണ്ടിയാണ്. അതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ വെച്ച് ഇതിനെ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമല്ലേ. അപ്പം നമുക്കിതിനെ ഒരു പാത്രത്തിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ 2-3 മണിക്കൂർ ആകുമ്പോൾ തന്നെ നല്ലതുപോലെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ അതായത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ നമുക്ക് ബിരിയാണിക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് കറികൾക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ഈ ഒരു ഉണക്കിയെടുത്ത സവാളേനെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പം നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇതിൽ റവ മാവോ അരിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ ഒരു പാൻ ഒന്ന് ചൂടാക്കി അതിലേക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അധിക സമയവും വേണ്ട കേട്ടോ. നമ്മൾ ഉണക്കി നല്ലതുപോലെ ക്രിസ്പിയാക്കി എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ വറുത്തെടുക്കാം. അപ്പോൾ പലരും കേൾക്കുന്നുണ്ട് റവ മാവ് വേസ്റ്റ് ആവില്ലേ എന്ന്. നമ്മൾ വെറുതെ റവ മാവ് കുറച്ച് വേസ്റ്റായാൽ തന്നെ നമുക്ക് അസുഖങ്ങൾ വരില്ലല്ലോ. നമ്മൾ എണ്ണ കുറേ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നേക്കാളും കുറച്ച് റവ മാവോ കുറച്ച് അരിപ്പൊടിയോ ചേർത്ത് വറുക്കുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അത് നമ്മൾ എണ്ണ ഫ്രൈ ചെയ്തെടുക്കും പോലെ അത്ര ടേസ്റ്റ് കാണില്ല. എങ്കിലും ഇത്തിരി രുചി കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം. നമ്മൾ മാക്സിമം എണ്ണയൊക്കെ കുറച്ച് നമ്മൾ കഴിക്കാൻ നോക്കണം. അപ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ പെട്ടെന്ന് തന്നെ ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാനവിടെ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി എടുക്കുകയാണ്. കണ്ടോ, നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റവ മാവ് ഇല്ലെങ്കിലും അരിപ്പൊടി ഇല്ലെങ്കിലും എണ്ണ ഇല്ലെങ്കിലും എല്ലാം നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് കുറേ പേര് കമൻറ്റ് ചെയ്ത് കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് അതിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറിയിൽ തയ്യാറാക്കുമ്പോൾ എടുക്കാം, അതുപോലെ തന്നെ ബിരിയാണിക്ക് നമുക്ക് തയ്യാറാക്കുമ്പോൾ എടുക്കാം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഇതിനെ ഒന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്തൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറികളൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ആ ഒരു മണവും രുചിയും ഒന്നും പോയിട്ടില്ല കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ അത് വറുത്തെടുത്തപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഉപ്പും ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പൊടിയെ നമുക്ക് കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് പല കറികൾക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു ഉള്ളിപ്പൊടി കൊണ്ടുള്ള ഒരു ദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ദോശക്കല്ല് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മാവൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അധികം കട്ടി കുറച്ചല്ല ചെയ്യുന്നത്, ഇത്തിരി കട്ടിക്കാണ് ചെയ്യുന്നത്. നല്ലൊരു വലിയ ദോശ തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വലിയവർ തയ്യാറാക്കുമ്പോൾ അതൊന്നും ചേർക്കണ്ട. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഒന്ന് പുറത്ത് നിറയെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനവിടെ ആ ഒരു ഉള്ളിപ്പൊടിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊരു കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ നിറയെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പം ഞാനവിടെ ഇത് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് ചെറു തീയിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ആ ഒരു ഉള്ളിയുടെ മണമൊക്കെ നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ എല്ലാവർക്കും, വേറെ കറികളൊന്നും വേണ്ട. നിങ്ങൾ ചെയ്ത് നോക്കിയ ശേഷം
നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഈ ഒരു ഉള്ളി ദോശ നിങ്ങൾ ചൂടോടെ തയ്യാറാക്കി കഴിച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നുപോലെ. പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.